എന്താണ് ഭൂഗോളത്തിൻ്റെ കഥ? ഭൂഗോളത്തിൻ്റെ കഥ നമ്മുടെ കാൽ ചവിട്ടി നിൽക്കുന്ന അവിടെ മുതൽ ഏകദേശം 35 കിലോമീറ്റർ താഴ്ച വരെയുള്ള ഭൂമിയെ ഒരു അടര് ആയി പരിഗണിക്കപ്പെടും. അത് ഒരു തട്ടാണ്. അതിനെ എന്ത് വിളിക്കും? ഭൂമിയുടെ പുറന്തോട് എന്ന്. ആ 35 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ളിലോട്ട് പോകുമ്പോൾ മറ്റൊരു അട്ടി തൊബക്ക കിട്ടും. കുറേ കിലോമീറ്റർ താഴെ വരെ ആ രണ്ടാമത്തെ അട്ടി, അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ അട്ടി, നാലാമത്തെ അട്ടി, അഞ്ചാമത്തെ അട്ടി, ആറാമത്തെ അട്ടി, അവസാനം ഏഴാമത്തെ ഒരു തൊബക്ക എത്തിച്ചേരും. അതിനെ എന്ത് വിളിക്കും? ഭൂമിയുടെ കാതൽ. മരത്തിന് കാതലുണ്ടല്ലോ, അതുപോലെ. അപ്പോൾ കവറിങ് ആണ്. ഉള്ളിത്തോട് പോലെ എന്നും പറഞ്ഞുകൂടാ, ഫുൾ കവറിങ്. തേങ്ങ നമുക്കറിയാം, ഓറഞ്ച് നമുക്കറിയാം, അവിടെയൊക്കെ കവറിങ് അനുഭവപ്പെടുന്നുണ്ടല്ലോ. എന്നാൽ ഭൂമിയിലെ ഏഴാം അട്ടി എന്ന് പറയുന്ന ആ കാതൽ പ്രദേശത്തെ പൊതിഞ്ഞുകൊണ്ട് മുകളിലൂടെ 6 അട്ടികളുണ്ട്. ഓരോ അട്ടിയും എത്രയോ കിലോമീറ്ററുകളാണ് ഉണ്ടാകുക. ഇങ്ങനെ 7 അട്ടി ഉണ്ടോ? ഉണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ബഹിരാകാശ പേടകത്തിൻ്റെ സ്കാനിങ് വഴി മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ 7 ഉണ്ട്. അത് ഇന്ന് മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞു. അവൻ സ്കാൻ ചെയ്തു ഭൂമിയെ. ഈ പ്രസ്താവന ഇറക്കിയ ആൾ അതിനെപ്പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ട്. ഒമിനൽ അർലി മിസ്ലഹുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകാശത്തെ സബിൾ ആണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒമിനൽ അർലി മിസ്ലഹുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സബിളിലേക്കാണ് ആ മിസിൽ പോകുന്നത്. എണ്ണത്തിൽ 7 ഉണ്ട്. 7 ഭൂഗോളങ്ങളല്ല, മറിച്ച് 7 ത്വബക്കകളുണ്ട്, തട്ടുകൾ. ഏറ്റവും പുറത്തുള്ള ഒരു അടരിനെ, അതിനെ നാം എന്ത് പേര് വിളിക്കുന്നു? പുറന്തോട് എന്ന് വിളിക്കുന്നു. ജിയോളജിസ്റ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ജിയോളജിക്കാർ പറയുക ലിത്തോസ്ഫിയർ എന്നാണ്. ഈ പുറന്തോട് യഥാർത്ഥത്തിൽ ഓറഞ്ചിൻ്റെ പുറത്ത് കാണുന്ന പുറന്തോട് പോലെ ഒറ്റത്തോട് അല്ല. ഈ പുറന്തോട് അഥവാ 35 കിലോമീറ്റർ താഴോട്ട് നീണ്ടു കിടക്കുന്ന അത്രയും വലിയ ആ ഒരു തോട് ഓറഞ്ചിൻ്റെ തോട് പോലെ ഒരൊറ്റ തോട് അല്ല, ഖിസ്റത്ത് അല്ല, മറിച്ച് ആ ലിത്തോസ്ഫിയർ നിൽക്കുന്നത് 7 വലിയ പാറക്കഷ്ണങ്ങളായി കൊണ്ടാണ്. ഭൂമിയുടെ പുറന്തോട് നിൽക്കുന്നത് 7 വലിയ പാറക്കഷ്ണങ്ങളായിട്ടാണ്. അപ്പോൾ ചില പാറക്കഷ്ണങ്ങൾക്ക് 2000-ലേറെ കിലോമീറ്റർ നീളമുണ്ട്. ചിലതിന് അത്ര തന്നെ ഉണ്ടാവില്ല, ചിലതിന് അതിലും കൂടുതലുണ്ടാകും. ഏതൊക്കെയാണ് ആ പാറക്കഷ്ണങ്ങൾ? നമുക്കതിനെ വേണമെങ്കിൽ പ്ലേറ്റ് എന്ന് വിളിക്കാം. ആഹാരം കഴിക്കാൻ നാം ഉപയോഗിക്കുന്ന പ്ലേറ്റ് പോലെ, ഉടയാവുന്ന പ്ലേറ്റ് പോലെ 7 പീസുകളായിട്ടാണ്, പ്രധാനപ്പെട്ട 7 പീസുകളാണ്. ഏതൊക്കെയാണ് ആ പ്ലേറ്റുകൾ? 1 ആഫ്രിക്കൻ പ്ലേറ്റ്, 2 യുറേഷ്യൻ പ്ലേറ്റ്, 3 ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, 1 ആഫ്രിക്കൻ പ്ലേറ്റ്,
2 യുറേഷ്യൻ പ്ലേറ്റ്, 3 ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, 4 അന്റാർട്ടിക് പ്ലേറ്റ്, 5 വടക്കേ അമേരിക്കൻ പ്ലേറ്റ്, 6 തെക്കേ അമേരിക്കൻ പ്ലേറ്റ്, 7 പസഫിക് പ്ലേറ്റ്. ഇതൊരു സമുദ്രപാളിയാണ്. എന്നാൽ ഇപ്പം തന്നെ വൽ അർളി ദാത്തി സ്വദഴി എന്നത് കഷ്ണങ്ങൾ പൊട്ടുകളായിട്ടുള്ള ഭൂമി എന്ന് പറയുന്നത് പുലർന്നോ? ഭൂഗോളം നിൽക്കുന്നത് 7 പൊട്ടുകളായിട്ടാണ്. ഒറ്റ ബോഡിയായിട്ടല്ല അതിൻ്റെ പുറന്തോട് നിൽക്കുന്നത്, മറിച്ച് 7 പൊട്ടുകളായിട്ടാണ്, സ്വതഴുകളായിട്ടാണ്, പീസുകളായിട്ടാണ്.